ഇന്ന് നമുക്കൊരു ഗ്ലാസ് ടേബിൾ ഉണ്ടാക്കിയാലോ? വളരെ ചെറുത് ടൈനി ഗ്ലാസ് ടേബിൾ. അപ്പോൾ അതാ നമ്മുടെ വാച്ചിൻ്റെ ആ ഒരു ഗ്ലാസ് ആണ് കേട്ടോ, റൗണ്ട് ഷേപ്പിലുള്ളത്. നമ്മളൊരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് കൊടുത്തിട്ടുണ്ട്. ചെറുത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കഷ്ണം മതി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ടേബിളിൻ്റെ കാല് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരേ ഷേപ്പിലുള്ള 4 പീസസ് നമ്മൾ ഈ കാർഡ്ബോർഡിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാലുണ്ടാക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു സ്ലാൻഡിങ് ഷേപ്പിൽ നമ്മളിത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് എല്ലാം കൂടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പ് എടുത്ത് വേറൊരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ആദ്യം. അങ്ങനെ നമ്മൾ ഫ്രെയിം റെഡിയാക്കിയിട്ടുണ്ട്. ഈ നമ്മൾ ഫ്രെയിമിൻ്റെ മുകളിൽ ലാസ്റ്റ് നമ്മുടെ ഗ്ലാസ് ഇടേ വേണ്ടു. അങ്ങനെയാണല്ലോ നമ്മുടെ ടേബിൾ. അപ്പോൾ ഇതാ ഫ്രെയിമൊക്കെ സെറ്റപ്പ് ചെയ്ത് ഒട്ടിച്ച് വന്നപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത് വന്നപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ഇതാ ചുമ്മാ ഗ്ലാസും കൂടി പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ടോപ്പിൽ ഗ്ലാസ് ഒട്ടിച്ചപ്പോൾ നമ്മുടെ മിനി ആയിട്ടുള്ളൊരു ഗ്ലാസ് ടേബിൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെ വരുത്തണം. അപ്പോൾ ഞാനിതാ പെയിൻറ്റൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു. അപ്പോഴാണ് വേറൊരു ഐഡിയ കിട്ടിയത്. ഇതിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ വേസും കുറച്ച് ബുക്സ്, ഒരു കപ്പ് കോഫി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കിടിലിൽ നല്ല ലുക്കായി കിട്ടില്ലേ. അപ്പോൾ അതാ ചെറിയൊരു ബീഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചെറിയൊരു ഫ്ലവർ കിട്ടിയില്ല. അപ്പോൾ നമ്മളിത് ഒരു ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2-3 ചെറിയ പേപ്പർ വെച്ചിട്ടൊരു ബുക്കും പിന്നെ ഇതാ ഒരു മഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൊരു മഗ്, അതും കൂടി ഇതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ കളറൊക്കെ അടിച്ച് വെച്ചപ്പോൾ സെറ്റപ്പ് ചെയ്തപ്പോൾ നമ്മുടെ ടേബിൾ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ഹാർട്ടിങ്ങനെ കമൻറ്റ് ചെയ്താൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. താങ്ക്